ബിഗ് ബോസ് മലയാളം സീസൺ 6 ആരംഭിക്കാൻ ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുന്നു. ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പൊതുജനങ്ങളിൽ നിന്ന് ഒരാൾക്ക് ഷോയിൽ പങ്കെടുക്കാൻ ബിഗ് ബോസ് അവസരമൊരുക്കുന്നു. അതേസമയം കഴിഞ്ഞ സീസണിൽ ശ്രദ്ധിക്കപ്പെട്ട ചില കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് മേക്കേഴ്സ്. ഈ വർഷവും കഴിഞ്ഞ കൊല്ലത്തെ പോലെ 24/7 OTT സ്ട്രീമിംഗ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. അതേസമയം അടുത്തിടെ ചർച്ച ചെയ്യപ്പെട്ട ഡിസ്നി ഉൾപ്പെട്ട എന്റർടൈൻമെന്റ് കമ്പനികളുടെ ലയനം OTT സ്ട്രീമിംഗ് പോലെയുള്ളവയിൽ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു. അതേസമയം പ്രധാനമായ ഒരു മാറ്റം ഈ സീസണിൽ കൊണ്ടുവന്നത് പൊതുജനങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണ്. കഴിഞ്ഞ സീസണിൽ ഇത് ചെയ്തത് പ്രധാന സ്പോൺസറായിരുന്ന എയർടെല്ലിന്റെ കീഴിലായിരുന്നു. എന്നാൽ ഇത്തവണ അത് നേരിട്ട് നടത്തുകയാണ് ചാനൽ തന്നെ. കഴിഞ്ഞ സീസണിൽ നിന്ന് വ്യത്യസ്തമായി 16 ദിവസമാണ് കോമണേഴ്സിന് അപ്ലൈ ചെയ്യാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഇത് ഏതാണ്ട് ഒരു മാസത്തോളമായിരുന്നു. മാത്രമല്ല മാർച്ച് 26 ആരംഭിച്ച സീസണ് മാർച്ച് 20 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയവും നൽകിയിരുന്നു. ഏതാണ്ട് ഒരാഴ്ച മുമ്പ് വരെ അപേക്ഷിക്കാമായിരുന്നു. എന്നാൽ ഇത്തവണ കോമണറുടെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നേരത്തെ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ചാനലും മേക്കേഴ്സും. അതേസമയം ചാനൽ പ്രതീക്ഷിച്ചതിലും നേരത്തെ ഷോ തുടങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. നിലവിൽ ഫെബ്രുവരി അവസാന ഞായറോടുകൂടി സീസൺ ആരംഭിക്കും എന്ന തരത്തിലാണ് അഭ്യൂഹങ്ങൾ എത്തുന്നത്. അതേസമയം കഴിഞ്ഞ സീസണിൽ സ്പോൺസറിംഗ് കമ്പനി കോമണേഴ്സ് കോൺടെസ്റ്റ് ഡിസൈൻ ചെയ്തതിൽ മറ്റു കണക്ഷനിലുള്ളവർക്ക് കണക്ഷൻ പോർട്ട് ചെയ്ത് സ്പോൺസർ കമ്പനിയിലെ സിമ്മാക്കി മാറ്റിയ ശേഷം മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കുന്ന രീതിയിൽ കൂടിയായിരുന്നു. ഈ കാരണം കൊണ്ട് കൂടിയായിരിക്കാം ഏറെ സമയം നൽകിയതും. ഏതായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 പൊതുജനങ്ങൾക്ക് അപേക്ഷിക്കാൻ ജനുവരി 20 വരെയാണ് അവസരമുള്ളത്. ഈ സീസണിൽ ആരെല്ലാം ഉണ്ടാകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് കമൻറ്റ് ചെയ്യൂ.